നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ എംബ്ലം ഈ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് പ്രൊസീജിയർ, അതല്ലെങ്കിൽ അതെങ്ങനെയാണ് മാറ്റാൻ പറ്റുക എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും ഞാനിത് ആദ്യമായിട്ടാണ് ചിന്തിച്ചത്. ഞാനപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിസർച്ച് നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രോസസ്സുകളോ പ്രൊസീജിയേഴ്സോ ഇല്ല ഇവയൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിയൊക്കെ വരുത്തിയിട്ടാണ് പല കാര്യങ്ങളും. ഇപ്പോൾ GST കൊണ്ടുവന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് സിസ്റ്റം പൊളിച്ചെഴുതിയത് GST കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത്തരത്തിലുള്ള സംഗതികളൊന്നും തന്നെ ഈ പറയുന്ന നാഷണൽ എംബ്ലം, നാഷണൽ ആന്തം, അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗ് ഒന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നാഷണൽ എംബ്ലവും അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ രണ്ട് സാധനങ്ങളെയും റെഗുലേറ്റ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, എംബ്ലംസ് ആക്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്റ്റാമ്പ് ആൻഡ് എംബ്ലംസ് ആക്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഫ്ലാഗ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന 2 ആക്റ്റുകളാണ് ഇതിനെയൊക്കെ തന്നെയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. അതിലൊരു ചേഞ്ച് വരുത്താനുള്ള ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിന്, അതായത് ഒരു നിയമത്തിലൊരു അമെൻമെൻറ്റ് വരുത്താൻ ഭൂരിപക്ഷമുള്ള സിമ്പിൾ മെജോറിറ്റി ഉള്ള ഒരു സർക്കാരിന് തന്നെ ഈസി ആയിട്ട് ഈ പറയുന്ന സാധനങ്ങളിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ നാഷണൽ ആന്തം, അതായത് ദേശീയ ഗാനത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതിന് അത്തരത്തിലുള്ള സിമ്പിൾ മെജോറിറ്റി പോലും വേണ്ട എന്നുള്ളതാണ്. കാരണം അത് നാഷണൽ ആന്തമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു റെസൊല്യൂഷനിലൂടെ 1950 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എടുത്തിട്ടുള്ള ഒരു റെസൊല്യൂഷനിലൂടെയാണ് നാഷണൽ ആന്തമായിട്ട് നമ്മളിപ്പോൾ ജനഗണമന നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിലൊരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സിമ്പിൾ മെജോറിറ്റി പോലും വേണ്ട, ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ വേണമെങ്കിൽ നമ്മളുടെ ദേശീയ ഗാനത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഒരു ലോയുടെ സൈഡിൽ നിന്ന് നോക്കുക, നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന 3 സംഗതികളും മാറ്റാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ നാഷണൽ ഫ്ലാഗ് എന്നോ, ഇങ്ങനെ ആയിരിക്കണം നാഷണൽ എംബ്ലം എന്നോ, അല്ലെങ്കിൽ നാഷണൽ ആന്തം ഇന്നതാണെന്നോ എവിടെയും തന്നെ എഴുതി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണഘടനാ ഭേദഗതി, അതായത് ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളിലൊക്കെ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. 3/2 ഭൂരിപക്ഷത്തിലാണ് പലപ്പോഴും ഭരണഘടനാ ഭേദഗതികൾ നടത്തുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അത്തരത്തിലുള്ള ഭരണഘടനാ ഭേദഗതിയുടെ ആവശ്യമില്ല. കാരണം ഭരണഘടനയിൽ ഇത് ഇൻസേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗലി ഇത് സിമ്പിളാണെങ്കിലും പൊളിറ്റിക്കലി ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്, നമ്മുടെ പാർലമെൻറ്റിന് മുന്നിലെങ്ങാണ്ടുണ്ടായിരുന്ന ഒരു അശോക സ്തംഭത്തിലെ സിംഹത്തിൻ്റെ രൂപം മാറ്റി, അത് ആ ഒരു രൂപം ഉണ്ടാക്കിയ സമയത്ത് സിംഹത്തിന് കുറച്ച് രൗദ്രഭാവമായി പോയി എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഔട്ട്റേജ് എത്രയാണെന്നുള്ളത് അറിയാം. കുറച്ച് മുന്നേ ഉണ്ടായിരുന്നത് ഒരു സൗമ്യഭാവത്തിലുള്ള സിംഹമായിരുന്നെങ്കിൽ പുതിയ എംബ്ലം, അല്ലെങ്കിൽ ആ നിർമ്മിച്ചിട്ടുള്ള ഒരു എംബ്ലം പ്രകാരം അത് കുറച്ചും കൂടെ ഒരു രൗദ്രഭാവത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി. അതായത് സിമ്പിൾസൊക്കെ മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആരോപണങ്ങൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ ലീഗലി അല്ലെങ്കിൽ വളരെ ചെറിയ പ്രൊസീജിയേഴ്സിലൂടെ ഈ സാധനങ്ങളൊക്കെ മാറ്റാമെങ്കിലും പൊളിറ്റിക്കലി അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ തടയാൻ ചിലപ്പോൾ ഈ മാറ്റുന്ന സർക്കാരുകൾക്കൊന്നും ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ മെജോറിറ്റി കിട്ടിയിട്ടുള്ള സിമ്പിൾ മെജോറിറ്റി, അല്ലെങ്കിൽ 2/3 മെജോറിറ്റി കിട്ടിയിട്ടുള്ള സർക്കാരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. അവരൊന്നും തന്നെ ഇതിലൊന്നും തൊടാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു പൊളിറ്റിക്കൽ സാധനത്തിനെ കൂടെ, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിമ്പലുകൾ, എംബ്ലം എന്നൊക്കെ പറയുന്നത് ഒരു കുറച്ചുകൂടി ഇമോഷണലി കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ദേശീയ പതാക എന്നൊക്കെ പറയുന്നത്. സോ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ തിരിച്ചടിയുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള തിരിച്ചടിയുണ്ട്. ആ സാധനത്തിനെയും കൂടെ മറികടക്കാൻ തക്കതായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് മാത്രമേ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുള്ളൂ. ഇത് ഞാൻ വെറുതെ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ പുറത്ത് ഞാനൊരു ചെറിയ റിസർച്ച് നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, ഇതൊരുപാട് ലെയറുകളാൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കപ്പെടുന്ന ഒരു സാധനമല്ല ഈ നാഷണൽ എംബ്ലവും ആന്തവും അതുപോലെ തന്നെ ഫ്ലാഗും എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. താങ്ക് യു.